നിങ്ങളിപ്പോൾ പഠിക്കാൻ എത്ര മിടുക്കരായിട്ടുള്ള കുട്ടികളാണെങ്കിലും ചില പ്രൈവറ്റ് വെറ്ററിനറി കോളേജിൽ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ തോൽക്കാനുള്ള സാധ്യത 50% അല്ലെങ്കിൽ അതിന് മുകളിലാണ്. അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് നമ്മളിവിടെ പറയുന്നത്? നിങ്ങളെത്ര പഠിച്ചാലും അവർ തോൽപ്പിക്കണമെന്ന് വിചാരിച്ച് തോൽപ്പിക്കാൻ പറ്റും അതെ, അതെ. ആക്ച്വലി. കാരണം വേറെ ഒന്നല്ല, വേറെ കോഴ്സ് പോലെയല്ല. ഇവിടെ ആക്ച്വലി നമ്മൾ ഫെയിലായി കഴിഞ്ഞാൽ ആ ഫെയിലാകുന്ന ഇയറിലും നമ്മൾ ട്യൂഷൻ ഫീസ് അടയ്ക്കേണ്ടതുണ്ട്. സോ ചില കോളേജിൽ ടാർഗറ്റ് ചെയ്ത സ്റ്റുഡൻസിനെ തോൽപ്പിക്കാറുണ്ട്. അതൊരു വാസ്തവമായ കാര്യമാണ്. സോ നിങ്ങൾ ഒരു വെറ്റിനറി കോളേജിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഏറ്റവും ആദ്യം നോക്കേണ്ടത് വേറൊന്നുമല്ല, വേറെ ആരെയും റിലേപ്പോൺ ചെയ്യേണ്ട. അവിടുത്തെ പെർസെൻറ്റേജ് അവരുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ, അവരുടെ അല്ല, നമ്മുടെ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവിടുത്തെ പാസ് പെർസെൻറ്റേജ് വ്യക്തമാവും. അത് നോക്കിയിട്ടേ ജോയിൻ ചെയ്യാവുള്ളൂ. മാത്രമല്ല നമ്മൾ തോക്കുന്നതായിട്ട് മാത്രമല്ല, നമുക്ക് ഓരോ സബ്ജക്റ്റ് ഫെയിൽ ആകുമ്പോൾ ഒരു നല്ലൊരു എമൗണ്ട് നമ്മുടെ ചാർജ് ചെയ്യും. പിന്നെ എനിക്ക് തോന്നുന്നു ഇയർ ബാക്ക് ആവും തോന്നുന്നല്ലേ? ഇയർ ബാക്ക് ആയി കഴിഞ്ഞാൽ നമ്മൾ എൻ്റയർലി ആ ട്യൂഷൻ ഫീസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 6 ലക്ഷം രൂപയാണെങ്കിൽ 6 ലക്ഷം രൂപ നമ്മൾ അടയ്ക്കേണ്ടി വരും എക്സ്ട്രാ. അത് നമ്മുടെ ഈ പറഞ്ഞ കോഴ്സ് ഫീസിനേക്കാളും മേളിൽ പോകുന്ന എമൗണ്ടാണ്. ഇപ്പോൾ ഷെഡ്യൂൾ 1 നമ്മൾ പേര് കേട്ടുള്ള കോളേജുകളിൽ പോലും ഇങ്ങനെ സംഭവം നടക്കുന്നുണ്ട്. അതെനിക്ക് വന്ന് ചിലപ്പോൾ മാനേജ്മെൻ്റ് ഒക്കെ മാറി വരുന്നതിൻ്റെയും അതൊക്കെ ആയിരിക്കാം. അപ്പം നമ്മൾ പേര് കേട്ട കോളേജുകളിൽ പോലും കുട്ടികളെ തോൽപ്പിക്കുന്നുണ്ട്. അല്ല, ഷെഡ്യൂൾ 1 എന്ന് പറഞ്ഞാൽ കോളേജിൻ്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ ക്വാളിറ്റി മാത്രം അളക്കുന്ന ഒരു ക്രൈറ്റീരിയ. നമ്മൾ ഫസ്റ്റ് ഇയറിൽ ചെന്നാൽ പാസ്സാവുന്ന ഒരു ഗ്യാരണ്ടി ഇല്ല. സോ നിങ്ങൾ ഒരു കോളേജ് ചൂസ് ചെയ്യുമ്പോൾ അവിടുത്തെ പാസ് പെർസെൻറ്റേജ്, മലയാളി സ്റ്റുഡൻസിൻ്റെ റേഷ്യോ, അവിടുത്തെ ടീച്ചിങ് ക്വാളിറ്റി, ഇതെല്ലാം നിങ്ങൾ വ്യക്തമായിട്ട് നോക്കേണ്ടതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഷെഡ്യൂൾ 1 കോളേജ് മാത്രമേ ജോയിൻ ചെയ്യാവുള്ളൂ. ഷെഡ്യൂൾ 1 ഇല്ലാത്ത കുറേ കോളേജ് ഉണ്ട്. കാരണം നമ്മൾ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ ഷെഡ്യൂൾ 1 ഇല്ലാത്ത കോളേജും ഷെഡ്യൂൾ 1 കോളേജും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ മിയർലി ഒരു 1 ലാഖിൻ്റെ ഡിഫറൻസ് ആ പെർ ഇയർ ഫീസ് കാണത്തുള്ളൂ. സോ ഏറ്റവും നല്ല കോളേജ് നോക്കി ചൂസ് ചെയ്യുക, പാസ് പെർസെൻറ്റേജ് ഉള്ള കോളേജ് നോക്കി ചൂസ് ചെയ്യുക. ആകെ ഇന്ത്യയിൽ 8 പ്രൈവറ്റ് വെറ്ററിനറി കോളേജുള്ളൂ. ഇതിനെല്ലാം കൂടെ സോർട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ആക്ച്വലി ഒരു ഡേ ഇരുന്നാൽ മതി. സോ ഏറ്റവും ബെസ്റ്റ് നോക്കി ചൂസ് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.